ചാത്തൻ. അങ്ങനെ ഒരു പേര് നമ്മുടെ ഈ തലമുറ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടത് നവോദയയുടെ ബാനറിൽ പുറത്തിറങ്ങിയ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലൂടെയായിരിക്കും. എന്നാൽ കേരളത്തിലെ ചില ജില്ലകളിൽ, തൃശ്ശൂർ പോലുള്ള ജില്ലകളിൽ ചാത്തൻ എന്ന പേര് ഉച്ചരിക്കുന്നത് പോലും ഒരിത്തിരി ഭയത്തോടു കൂടിയായിരിക്കും. വിഷ്ണുമായ എന്നറിയപ്പെടുന്ന ഒരു ഹിന്ദു ദേവതയാണ് ചാത്തൻ. പ്രാർത്ഥിച്ചുകൊണ്ട് എന്താഗ്രഹിച്ചാലും അത് നടത്തിത്തരാൻ കഴിവുള്ള ഒരു ദേവത. ശത്രു സംഹാരത്തിനും ആഗ്രഹ സഫലീകരണത്തിനും വശ്യത്തിനും വശീകരണത്തിനും ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരു ദേവതയാണ് ചാത്തൻ. ചാത്തൻ എന്ന പേര് കേരളത്തിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും മാത്രമാണ് ചാത്തനെ സേവിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുക. മറ്റേത് ദൈവങ്ങളെക്കാൾ ആരാധകർ കൂടുതലുള്ള ഒരു ദൈവസങ്കല്പമാണ് ചാത്തൻ. ജാതിമത ഭേദമന്യേ ചാത്തൻ സേവകൾക്കായി കാശും മുടക്കി വരുന്നവരെ കേരളത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. പല ഐതിഹ്യങ്ങളും ചാത്തന്റെ ഉദ്ഭവത്തെക്കുറിച്ച് കേൾക്കാൻ സാധിക്കും. പുരാണങ്ങളെ മാറ്റി നിർത്തിയാൽ സംഘകാല കൃതികളിലെ മഹാകാവ്യങ്ങളിൽ ഒന്നായ മണിമേഖലയിൽ ചാത്തനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ബുദ്ധമത സങ്കല്പങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു മഹാകാവ്യമാണ് മണിമേഖല. അതിൽ ബുദ്ധ ഭിക്ഷുക്കളെ ശാസ്തൻ എന്ന പേരിലാണ് അഭിസംബോധന ചെയ്യുന്നത്. ശാസ്തൻ എന്ന വാക്കിനെ മലയാളീകരിച്ച ഒരു വാക്കാണ് ചാത്തൻ എന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത്.